അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് ഒരുപാട് സൃഷ്ടികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഭൂമിയും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളറയിൽ അല്ലാഹു തആല ഒരുപാട് ഗോളങ്ങളെ, സൂര്യനും ചന്ദ്രനും ശുക്രനും വ്യാഴവും ബുധനും അതുപോലെ തന്നെ ഭൂമിയും ആകാശവും തുടങ്ങിയ ഒരുപാട് ഗോളങ്ങളും, അതേപോലെ തന്നെ ഈ ഓരോ ഗോളങ്ങളിലും ഓരോ സ്ഥലങ്ങളിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയെല്ലാം ഒരുപാട് സൃഷ്ടികളെ അല്ലാഹു തആല സംവിധാനം ചെയ്തിട്ടുണ്ട്. അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹങ്ങൾ മുഴുവനും എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് പരിപാലിക്കുകയാണ്. ഇതിന്റെ പരിപാലനം നടത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ ഓരോ സൃഷ്ടികളിലും എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഇതെല്ലാം അല്ലാഹു തആല നമുക്ക് സംവിധാനം ചെയ്തു തന്നിട്ടുണ്ട്. ഈ സംവിധാനത്തിൽ എല്ലാ സൃഷ്ടിപ്പിന്റെയും ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠമായി സൃഷ്ടിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് എന്ന് നമുക്കറിയാം. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കോടാനുകോടി സൃഷ്ടികൾ ഭൂമി ലോകത്ത് അല്ലാഹു തആല സൃഷ്ടിച്ചെങ്കിലും ആ സൃഷ്ടികളെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രതയും മഹത്വവും കൽപ്പിച്ചിട്ടുള്ളത്, പവിത്രതയും മഹത്വവും കൊടുത്തിട്ടുള്ളത് അത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണെന്ന് നമുക്കറിയാം. എൻ്റെ പ്രിയമുള്ളവരെ, ആ പ്രവാചകന്റെ പേര് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠന് എന്നാണെന്ന് നമുക്കറിയാം. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇങ്ങനെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുമ്പോൾ, ഒരുപാട് പാഠഭാഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അതാവിടുന്ന് മഹാനവറുകൾ പാടുകയാ, ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനവറുകൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ടോ അതാവിടുന്ന് മഹാനവറുകൾ പറയുകയാണല്ലോ, ഈ ഭൂമി ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികളിലോ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠനെന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. എന്നാൽ മാത്രമല്ലല്ലോ, ഇത്രയേറെ സൃഷ്ടികളില് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതില് അല്ലാഹുവിന്റെ അടിമയും കൂടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അല്ലാഹുവിന്റെ സൃഷ്ടിയാണല്ലോ, അല്ലാഹുവിന്റെ അടിമയാണല്ലോ. പക്ഷേ അടിമകളിലും ഏത് സൃഷ്ടികളിലും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പവിത്രതയുള്ളത് ആർക്കെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് എന്നോ എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അതാ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയോ. അതുകൊണ്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹിക്ക് പേര് വന്നത് അഷ്റഫുൽ ഖൽഖ്. അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠരാണല്ലോ, സൃഷ്ടികളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠരാണെന്നോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് അവിടുന്ന് വിശേഷിപ്പിക്കുകയാ. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിദിനം ജന്മദിനമാണ് കടന്നു വരുന്നത്. ഈ റസൂലുള്ളാഹിനെ കുറിച്ചിട്ടോ എല്ലാവരും അവിടുന്ന് അറിയണമല്ലോ, എല്ലാവരും ചർച്ച നടത്തണമല്ലോ, എല്ലാവരും അവിടുന്ന് പാടിപ്പുകഴ്ത്തണമല്ലോ. അത് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവിടുന്ന് മദ്ഹുകൾ പറയുന്നത്, മദ്ഹുകൾ പാടുന്നത് അല്ലാഹുവിന്റെ വല്ലാത്ത ഇഷ്ടമാ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അല്ലാഹു
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്, എന്റെ പ്രവാചകനുണ്ടല്ലോ, അല്ലാഹുവേ എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, ആ പ്രവാചകന്റെ പേരിൽ ഞാനും എന്റെ മലക്കുകളും അവിടുന്ന് സ്വലാത്ത് ചൊല്ലുകയാണ്, അവിടുന്ന് സ്വലാത്ത് ചൊല്ലുകയാണെന്നോ. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. എന്തേ നമ്മളോട് ഇത് പറയുന്നതെന്നറിയോ? എന്തേ നമ്മളോട് ഇത് പരിചയപ്പെടുത്തുന്നതെന്നറിയോ? നമ്മളും റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കണേ, അവിടത്തേക്കുള്ള മധുകൾ നമ്മളും അധികരിപ്പിക്കണേ. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ടോ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അവിടുന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ടോ അതാ മഹാനായ തുർമുദി ഇമാം അവിടുന്ന് നമ്മോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് രണ്ട് രൂപത്തിലായിട്ടാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അസ്സലാത്തു അർറഹ്മാ. ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അല്ലാഹ് കാരുണ്യം ചൊരിയലാ. അവിടുത്തെ കാരുണ്യം അല്ലാഹു തആല ചൊരിഞ്ഞു കൊടുക്കലാണെന്നോ. അത് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ ഹദീസ് പണ്ഡിതനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? അസ്സലാത്തുല്ലാഹി തനാഉഹാ അലൈഹി ഇൻദൽ മലായിക. ഞാനും എന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവേ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിട്ടോ അതാ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, അസ്സലാത്തുല്ലാഹി സനാഉഹാ അലൈഹി ഇൻദൽ മലായിക. അല്ലാഹുവിന്റെ പരിശുദ്ധമായ മലക്കുകളുണ്ടല്ലോ, അള്ളാന്റെ പരിശുദ്ധമായ മലക്കുകള്, ആ മലക്കുകൾക്ക് മുമ്പിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ ആ റസൂലുള്ളാഹിനെ കുറിച്ച് മദ്ഹ് പറയലാണല്ലോ. ആ റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് അവിടുന്ന് മഹത്വങ്ങൾ പറയലാണ്, അവിടുന്ന് നന്മകൾ പറയലാണ്, അവിടുന്ന് ഒരുപാട് നന്മകൾ പറയലാണെന്നോ. അതാ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുകയാ. അത് തന്നെയാണല്ലോ നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ, ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ റബീഉൽ അവ്വലിൽ മാത്രമല്ല അല്ലാഹുവേ നമ്മുടെ നാക്കുകളിലും നമ്മുടെ ചലനങ്ങളിലും നമ്മുടെ നോട്ടങ്ങളിലും നമ്മുടെ ചിന്തകളിലും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങളാണ്, അവിടത്തേക്കുള്ള സ്നേഹങ്ങളാണ്, അവിടത്തേക്കുള്ള മദ്ഹുകളാണ്, അവിടത്തേക്കുള്ള പ്രകീർത്തനങ്ങളാണ്, അവിടത്തേക്കുള്ള മൗലിദ് പാരായണമാണ്. പടച്ചുറപ്പേ നമ്മുടെ നാട്ടിലെ പള്ളിയിലതോ മഗ്രിബ് നമസ്കാരം അങ്ങ് കഴിഞ്ഞാൽ, മഗ്രിബ് നമസ്കാരം അങ്ങ് കഴിഞ്ഞാൽ പള്ളിയിലെ ഇമാം ഇരിക്കുകയാണ്. നാട്ടുകാരെ
എല്ലാവരും തടിച്ചു കൂടുകയാണ്. പടച്ച റബ്ബേ, പിഞ്ചു മക്കളടക്കം പടച്ച റബ്ബേ ഒരുമിച്ച് കൂടുകയാണല്ലോ. എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് നമ്മുടെ നാടുകളിലെ പള്ളികളിലതാ മൗലിദ് പാരായണം നടത്തുകയാ. പള്ളി മിനാരങ്ങൾ മൗലിദ് കൊണ്ട് ധന്യമാകുകയാണ്. അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ ആറബി. നമ്മുടെ പള്ളികളും നമ്മുടെ നാടുകളും മൗലിദ് കൊണ്ട് ധന്യമാക്കുകയാണല്ലോ. അവിടുന്ന് പ്രകീർത്തനങ്ങൾ ഉയരുകയാണല്ലോ. ആ റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ ഇങ്ങനെ ഉയരുകയാ. പടച്ച റബ്ബേ, അല്ലാഹു പോലും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുകയാണ്. അള്ളയും മലക്കുകളും ഇരുന്നിട്ട് ആ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ പറയുകയാണെന്ന് അല്ലാഹുവേ നമ്മെ പഠിപ്പിക്കുമ്പോ തീർന്നില്ല ഉമ്മ, തീർന്നില്ല. വിശുദ്ധമായ ഖുർആൻ എന്നിട്ട് നമ്മോട് പറയുന്നത് എന്തെന്നറിയോ? ഞാനും എന്റെ മലക്കുകളും അവിടുന്ന് റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ അവിടെ നിന്ന് വീണ്ടും അവിടുന്ന് പറയുന്ന കാര്യം എന്താണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അതുകൊണ്ട് നിങ്ങളും ചൊല്ലണേ എന്റെ റസൂലുള്ളാഹിന്റെ പേരിലോ. സത്യവിശ്വാസികളെ, നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണേ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതാ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് നമ്മോട് പറയുന്ന കാര്യമൊന്ന് കേട്ടു നോക്കണേ. എന്തുകൊണ്ടാണ് നമ്മോട് സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് അല്ലാഹു തആല നമ്മോട് സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിക്കുന്നതെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിനെ കുറിച്ചിട്ടുള്ള മദ്ഹ് ഉണ്ടല്ലോ, ഈ ദുനിയാവിലും ഉയരണമല്ലോ. അല്ലാഹുവിന്റെ വാനലോകത്തും അവിടുന്ന് പ്രകീർത്തനങ്ങൾ റസൂലുള്ളാഹിനെ കുറിച്ച് പരക്കണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി നമ്മോട് സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ പറയുന്നത്, നമ്മോട് റസൂലുള്ളാഹിനെ കുറിച്ച് നന്മ പറയാൻ പറയുന്നത്. ഇരു ലോകത്തും അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ചുള്ള മഹത്വങ്ങൾ പറയണം, അവിടെ കുറിച്ചുള്ള സ്നേഹങ്ങൾ പരക്കണം. അതുകൊണ്ടാണ് ഇന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതാ തന്റെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയത് കാണുകയോ. അതുകൊണ്ട് ഉയരട്ടെ ഉമ്മ, അതുകൊണ്ട് ഉയരട്ടെ വാപ്പാ. നമ്മുടെ വീടുകളില് റസൂലുള്ളാഹിനെ കുറിച്ചിട്ടുള്ള മദ്ഹുകൾ ഉയരട്ടെ, റസൂലുള്ളാഹിനെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങൾ ഉയരട്ടെ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ പിഞ്ചു മക്കള് വീട്ടിനകത്തുണ്ടല്ലോ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ. അല്ലാഹുവേ, വീട്ടിനകത്തിരിക്കുമ്പോ നമ്മളൊക്കെ അവരെ കൈകളിലേക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ടല്ലോ, അവരിലേക്ക് മൊബൈൽ ഫോൺ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. പല പല വീഡിയോസുകൾ അവരിങ്ങനെ കാണുകയാണല്ലോ, പല പല വീഡിയോസുകൾ അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്റെ പ്രിയമുള്ളവരുടെ കയ്യിലേക്ക് നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്ക്. ഇന്ന് നമ്മുടെ മക്കൾക്ക് എത്രയോ ഫിലിം സ്റ്റാറുകളെ പേരുകൾ അറിയാ, എത്രയോ ഫുട്ബോൾ താരങ്ങളെ പേരുകൾ അറിയാ, എത്രയോ ഹോളിവുഡ് താരങ്ങളുടെ പേരുകൾ നമ്മുടെ മക്കൾക്ക് അറിയാമല്ലോ. പ്രവാചകനെ കുറിച്ചൊന്ന് ചോദിച്ചു നോക്ക്, ആ പ്രവാചകന്റെ ഭാര്യമാരെ കുറിച്ചൊന്ന് ചോദിച്ചു നോക്ക്, പ്രവാചകന്റെ മക്കളെ കുറിച്ചൊന്ന് ചോദിച്ചു നോക്ക്. പടച്ച റബ്ബേ, റസൂലുള്ളാഹിന്റെ മഹത്വങ്ങളെ കുറിച്ച് ചോദിച്ചാ ഇന്ന്
നമ്മുടെ മക്കൾക്ക് ആർക്കും തന്നെ പറയാൻ കഴിയുന്നില്ല. ഇന്ന് നമ്മുടെ മക്കൾക്ക് തന്നെ ആർക്കും പറയാൻ കഴിയുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ ലോകകപ്പിൽ മത്സരിക്കുന്നത് എത്ര ടീമുകളുണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾ പറയുമല്ലോ. പടച്ചുറപ്പേ ഇപ്പൊ ഇറങ്ങിയ സിനിമകളുടെ പേര് ചോദിച്ചാ പറയുമല്ലോ. അതിന്റെ കഥ എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾ പറയുമല്ലോ. പടച്ചുറപ്പേ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ഒരു ചരിത്രം പൊന്നുമോനെ നീ ഒന്ന് പറയടാ, നീ ഒന്ന് പറയടാ എന്നവിടെന്ന് പറഞ്ഞാ നമ്മുടെ മക്കൾ ആരെങ്കിലും പറയുമോ ഉമ്മ? നമ്മുടെ മക്കൾ ആരെങ്കിലും അവിടെ നിന്ന് പറയുമോ ഉമ്മ? അതുകൊണ്ട് റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുക, അവിടെ നിന്ന് കേൾപ്പിച്ചു കൊടുക്കുക. പടച്ചുറപ്പേ നമ്മുടെ മക്കളെ റസൂലുള്ളാഹിയോടുള്ള സ്നേഹത്തിലൂടെ നമുക്ക് വളർത്താൻ കഴിയണം. അള്ളാന്റെ ഹബീബിലേക്കുള്ള സ്നേഹം കൊടുത്തിട്ട് നമുക്ക് വളർത്താൻ കഴിയണം. ആ വളർത്തിയിട്ടില്ല എങ്കിലോ, ഇതുപോലെ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയിട്ടില്ല എങ്കിലോ, റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ല എങ്കിലോ നമുക്ക് തീരാ നഷ്ടമാണ് ഉമ്മ. നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ പടച്ചുറപ്പിന്റെ മുമ്പിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ലാ യൻഫഉ മാലും വലാ ബനൂൻ. നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് ഉപകരിക്കില്ല എന്ന് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടണ്ടയോ? നമ്മുടെ സമ്പത്ത് നമുക്ക് ഉപകാരപ്പെടണ്ടയോ? അതിനാ പറയുന്നത്, നാളെ പടച്ച തമ്പുരാന്റെ മുമ്പില് നമുക്ക് എതിരെ നമ്മുടെ മക്കള് സാക്ഷി നിൽക്കാൻ പാടില്ലല്ലോ. നമ്മുടെ മക്കള് നമുക്കെതിരെ സാക്ഷി നിൽക്കാൻ പാടില്ലല്ലോ. നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ കടന്നു ചെല്ലുമ്പോ നമ്മുടെ മക്കള് പറയുകയാ, പടച്ച റബ്ബേ എന്റെ വാപ്പ എന്റെ ഉമ്മ ഞാൻ ഹറാം കാണുന്നത് എന്റെ വാപ്പാക്കും ഉമ്മാക്കും അറിയാമായിരുന്നു. എന്റെ വാപ്പയും ഉമ്മയുമാണ് എനിക്ക് സിനിമാ കഥകൾ വെച്ച് തന്നത്, ആധുനിക കാർട്ടൂണുകൾ വെച്ച് തന്നത്. പടച്ച റബ്ബേ എല്ലാ തിന്മയുടെ കവാടങ്ങളും എന്റെ വാപ്പയും ഉമ്മയുമാണ് എനിക്ക് തന്നത്. എന്നിട്ട് അല്ലാഹുവോട് പറയുകയാ, അല്ലാഹ് എന്റെ ബാപ്പയും ഉമ്മയും ഉണ്ടല്ലോ, എന്നെ ഇവിടെ ഇതാ തനിച്ചാക്കിക്കൊണ്ട് അവരെ നീ സ്വർഗത്തിലേക്ക് കടത്തി വിടല്ല അല്ലാഹ്, അവരെ നീ കൊണ്ടുവരണേ അല്ലാഹ്. ഈ മഅ്ശറയുടെ ചൂടുണ്ടല്ലോ, ഈ തറയി ചെമ്പിന്റെ തറയാണ് ഉമ്മ താഴെ കിടക്കുന്നത്. ഒരു ചാണകല സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിക്കുകയാണ്. ഇതൊരിക്കലും നിന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുമോ? പടച്ച റബ്ബേ, നമ്മുടെ അടുപ്പത്ത് കിടക്കുന്ന ചൂട്, നമ്മുടെ വീട്ടിനകത്ത് കിടക്കുന്ന തീയിന്റെ ചൂട്, ആ തീയിന്റെ ചൂട് പോലും സഹിക്കാൻ എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. കിലോമീറ്ററുകൾക്കകല് പടച്ച റബ്ബേ മൈൽ കണക്കിനകല് സ്ഥിതി ചെയ്യുന്ന സൂര്യന്റെ ചൂട് പോലും സഹിക്കാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ചൂട് ശമിക്കാൻ കഴിയാതെ പിടയുന്ന പ്രിയപ്പെട്ട നിന്റെ മക്കളുണ്ടല്ലോ, ആ മക്കള് നാളെ നമ്മെ വിളിക്കുകയാണ്. എന്നിട്ട് പടച്ച റബ്ബേ വാപ്പാരെയും ഉമ്മാരെയും ഇവിടുന്ന് കിടത്തിക്കൊണ്ടോ അവരുടെ നെഞ്ചത്ത് ചവിട്ടി നിന്നിട്ടോ ഈ ചൂട് ഞാനൊന്ന് ശമിക്കട്ടെ അല്ലാഹ് എന്നവിടുന്ന് മക്കള് പറയുന്ന സമയമാണ് മഅ്ശറ. അവിടെ നമുക്ക് വിജയിക്കണ്ടയോ ബാപ്പാ? അവിടെ നമുക്ക് വിജയിക്കണ്ടയോ ഉമ്മ? അതിനാണ് പറയുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട മക്കള് അത് അല്ലാഹു തആല നമുക്ക് അമാനത്തായി തന്നൊരു സ്വത്താണ്. അമാനത്തെന്ന് പറഞ്ഞാൽ ഒരു സാധനം നമ്മെ ഏൽപ്പിച്ചത് അത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട സാധനമാണ്. അല്ലാഹ് നമുക്ക്
വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചു തന്ന സ്വത്താണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെന്ന് പറയുന്നത്. ആ മക്കളെ ഉണ്ടല്ലോ നമ്മൾ നന്മയോടുകൂടെ വളർത്തണേ. നമുക്ക് അല്ലാഹു തആല ദുനിയാവിലേക്ക് നമ്മുടെ മക്കളെ നമുക്ക് തന്നപ്പോൾ, ദുനിയാവിലേക്ക് നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നപ്പോ അല്ലാഹു തആല ഒരു കേടുപാടും കൂടാതെയാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾക്ക് അല്ലാഹു തആല നമുക്ക് നമ്മുടെ മക്കളെ സംവിധാനിച്ച് തന്നിട്ടുള്ളത് അല്ലേ? ഹൃദയം ശുദ്ധമാക്കി ഇപ്പൊ പ്രസവിച്ച കുഞ്ഞിന്റെ മനസ്സിനകത്ത് എന്തേലുണ്ടോ? ഒന്നുമില്ല അല്ലേ? അല്ലാഹുവേ പടച്ച റബ്ബേ, അല്ലാഹുവേ പടച്ച റബ്ബേ. അൽഹംദുലില്ലാഹ് നമ്മുടെ മജ്ലിസിൽ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ, അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. അല്ലാഹു തആല ഇൽമ നാഫിയാക്കി തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് നമ്മുടെ മക്കളെ അമാനത്തായിട്ടാണ് അല്ലാഹു തആല തന്നിട്ടുള്ളത്. നമുക്ക് അല്ലാഹു തആല അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മളെ വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചതാ. നമ്മൾ തിരിച്ച് അല്ലാഹുക്ക് തന്നെ കൊടുക്കണം. ഞാൻ ഇന്നിവിടെ വഅദ് പറയുമ്പോ നിങ്ങൾക്ക് മുമ്പിൽ എന്റെ പ്രിയമുള്ളവരെ ക്ലാസ് എടുത്തു കൊണ്ടിരിക്കുമ്പോ എന്റെ മൊബൈൽ ഞാൻ നിങ്ങളുടെ കയ്യിനകത്ത് ആരുടെങ്കിലും എടുത്ത് തന്നു, എന്റെ മൊബൈൽ തന്നു, അത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത് എങ്ങനെയാ? വിശ്വസിച്ചിട്ടാ, അമാനത്തായിട്ട് ഏൽപ്പിക്കാം. നീ പോകുമ്പോ എനിക്ക് തന്നെ തരണട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഇത് തരുന്നത്. നിങ്ങളെ കയ്യിലേക്ക് ഞാനത് തന്നു. ഞാൻ പോകുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് അത് മേടിക്കാൻ ചെല്ലുമ്പോ അതിന്റെ നിങ്ങൾ ഡിസ്പ്ലേ മാറ്റിയിട്ടുണ്ട്, അത് ചാടിയിട്ട് പൊട്ടിയിട്ടുണ്ട്, പിന്നെ അതിന്റെ ഒരുപാട് ഭാഗങ്ങൾ നിങ്ങളൊക്കെ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ അങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അതിനിടെ പൊട്ടി ആകെ നാസാക്കിയിട്ടാണ് നിങ്ങൾ എനിക്ക് തന്നത്. എനിക്കത് ഇഷ്ടമുണ്ടാകുമോ? ഞാൻ എന്ത് പറയും നിങ്ങളോട്? അല്ലേ? എന്ന പോലെയാ അല്ലാഹു തആല നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ച നമ്മുടെ മക്കളെ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോ നമുക്ക് തന്നപ്പോ ഹൃദയത്തിനകത്ത് ഒന്നുമില്ല. ഇന്ന് നമ്മുടെ മക്കളെ ഹൃദയത്തിനകത്ത് വളരെ ശുദ്ധമായിട്ടാ നമുക്ക് അല്ലാഹു തആല തന്നത്. കൊടുക്കുമ്പോഴും നമ്മുടെ മക്കളെ പടച്ച റബ്ബിന് അങ്ങനെ കൊടുക്കാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് പല മക്കളും ഇന്ന് വഴി പിഴച്ചു പോകുന്നത് ചില മാതാപിതാക്കളുടെ ഉപദേശമാണ്. ഹൃദയത്തിനകത്ത് മറ്റുള്ളവരോട് പകയും വിദ്വേഷവും വരുന്നത് എങ്ങനെയാ? മാതാപിതാക്കളുടെ ഉപദേശമാ. ഇന്ന് പല രക്ഷിതാക്കളും പറയാണെന്ത്? നിന്റെ അയൽവാസിയായ ആളോട് അല്ലെങ്കിൽ നിനക്ക് വെറുപ്പുള്ള ആളോട് നീ വെറുപ്പ് കാണിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് നിന്റെ മകനോട് നിന്റെ മകളോട് നീ പറയും, അവന്റെ മകന് നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെങ്കിൽ നീ അവരോട് മിണ്ടാൻ പോകരുത്, അവര് മോശവാ, അവര് ചീത്തയാ എന്ന് ഇന്ന് ചില രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കുകയാണ്. നിന്റെ ദേഷ്യം ഉണ്ടാകും, നിനക്ക് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിൽ വെച്ചാൽ മതി. ചിലപ്പോ കാരണം ഉണ്ടാകാൻ, ദേഷ്യം ഉണ്ടാകാൻ, പക്ഷെ അത് നിന്റെ മനസ്സിൽ വെച്ചാൽ മതി. ആ പാപം മക്കൾക്കിടയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭിന്നിപ്പുണ്ടാക്കരുത്. മനസ്സിലായോ? ആ ചീത്തയും മോശവും പറഞ്ഞു കൊടുത്തിട്ട് മക്കളെ നമ്മൾ വേർതിരിപ്പിക്കാൻ പാടില്ല. നമ്മുടെ അയൽവാസിയാണ്, അവരിങ്ങോട്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മൾ തെറ്റിലായിരിക്കാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിൽ എല്ലാവരെയും അല്ലാഹു നന്മയിലാക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, തെറ്റി നടക്കണം എന്നല്ല പറയുന്നത്. തെറ്റുണ്ടെങ്കിലും മുണ്ടാണ് വേണ്ടത്, അല്ലെ? അതാണ് വേണ്ടത്. പക്ഷേ എന്തെങ്കിലും സാഹചര്യങ്ങളെ കൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ മക്കൾ, ചിലപ്പോൾ നമ്മുടെ കുട്ടിയുടെ ക്ലാസ്സിൽ അവന്റെ മോനും പഠിക്കുന്നുണ്ടാവും, അവന്റെ മക്കളും പഠിക്കുന്നുണ്ടാകും. പക്ഷേ നമ്മൾ ഇനി അവർക്കിടയിൽ ഒരു തെറ്റുണ്ടാക്കരുത്. നമ്മൾ എന്ത് ചെയ്യരുത്? മക്കളോട് പറയാം, അവര് നമ്മോട് മിണ്ടൂല, അതുകൊണ്ട് അവരോട് മിണ്ടരുത്. ആ വർത്താനം നമ്മൾ ഉണ്ടാകില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കരുത്. അല്ലാഹു തആല നമുക്ക് നന്മ നൽകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തെ കുറിച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്കൊരു ചരിത്രം പറയാം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച ഒരു സ്വഹാബിയുടെ ചരിത്രം ഇൻഷാ അല്ലാഹ് അതുകൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് നന്മ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി ഒരിക്കൽ കടന്നു വരികയുണ്ടായി. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അതാ അവിടുന്ന് ഒരു സ്വഹാബി കടന്നു വരികയോ. ആരാണെന്നറിയോ? മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, പടച്ചറബ്ബേ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അല്ലാഹുവേ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ കടന്നു വരുമ്പോ റസൂലുള്ളാഹി ഇങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി വല്ലാതെ അവിടുന്ന് കരയുകയാണ്. പടച്ചറബ്ബേ, സങ്കടത്തോടു കൂടി നോക്കുന്ന റസൂലുള്ളാഹിന്റെ മുഖത്തേക്കതാ അവിടെ നിന്നതാ പടച്ചറബ്ബേ മിസ്അബ് തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുന്നത് കാണുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ സഹിക്കുന്നില്ല. മിസ്അബ് തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുകയാണ്, എന്ത് പറ്റി നബിയേ, എന്തിനാ കരയുന്നത്? അവിടുന്ന് മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അതാ അവിടുന്ന് റസൂലുള്ളാഹി പറയുന്നു, മിസ്അബേ, നിങ്ങളെ കുറിച്ച് ഞാനങ്ങ് ആലോചിച്ചിട്ടാണ് കരയുന്നത്. നിങ്ങളെ കുറിച്ച് ഞാനങ്ങ് ആലോചിച്ചിട്ടാ കരയുന്നത്. എന്തേ റസൂലുള്ളാഹി ചിന്തിച്ചതെന്നറിയോ? മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അവസ്ഥ എന്തായിരുന്നെന്നറിയോ? പടച്ചറബ്ബേ, അന്ന് അറേബ്യൻ സമൂഹത്തില് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഉമ്മയായിരുന്നു മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ. വളരെയധികം സമ്പത്തുള്ള കുടുംബത്തിൽപ്പെട്ടവരാണ്. വളരെയധികം സമ്പത്തുള്ള കുടുംബത്തിൽപ്പെട്ടവരാണ്. പടച്ചറബ്ബേ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മിസ്അബ് റളിയല്ലാഹു തആല അൻഹു കേൾക്കുകയാണ്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാ. റസൂലുള്ളാഹിനെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. പടച്ചറബ്ബേ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ കടന്നു വരുമ്പോ എന്തൊരു സൗന്ദര്യം ാണെന്നറിയോ? എന്തൊരു സൗന്ദര്യമായിരുന്നെന്നറിയോ? പടച്ചറബ്ബേ, ഇന്ന് ധരിച്ചിരുന്ന വസ്ത്രം മിസ്അബ് തങ്ങൾ പിറ്റേ ദിവസം ധരിക്കാറില്ല. മിസ്അബ് തങ്ങൾ കുതിരപ്പുറത്ത് കയറി വരുന്നത് കാണാൻ അറേബ്യൻ സമൂഹത്തിലെ പെണ്ണുങ്ങൾ മുഴുവനും ഇങ്ങനെ കാത്തു നിൽക്കുമായിരുന്നുവത്രേ. അത്രത്തോളം സൗന്ദര്യമായിരുന്നു മിസ്അബ് തങ്ങളെ കാണാൻ. ആ മിസ്അബ് തങ്ങളാണ് എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, റസൂലുള്ളാഹിനെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ട് കൊതിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് അവിടുന്ന് കടന്നു വരികയാണ്. അല്ലാഹുവേ, ഈ വിവരം തന്റെ പ്രിയപ്പെട്ട ഉമ്മ അറിയുകയാണ്. അതാ തന്റെ പ്രിയപ്പെട്ട ഉമ്മ കടന്നു വന്നുകൊണ്ട് മിസ്അബിനോട് ചോദിക്കുന്നു, മിസ്അബേ, നീ മുഹമ്മദിനെ കണ്ടിരുന്നോ? മുഹമ്മദിനെ നീ അടുത്തേക്ക് പോയിരുന്നോ? മുഹമ്മദിന്റെ അടുത്തേക്ക് പോകരുതെന്ന് അവിടുന്ന് ഉപദേശം കൊടുക്കുകയാണ്. മിസ്അബ് തങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമായില്ല. മിസ്അബ് തങ്ങൾ പിറ്റേ ദിവസം റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. പടച്ചറബ്ബേ, റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് അവിടുന്ന് പഠിക്കുകയാണ്. അതാ അവിടുന്ന് മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അതാ പടച്ചറബ്ബേ അവിടുന്ന് തന്റെ കൊട്ടാരത്തിലേക്ക് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഈ വിവരം അറിഞ്ഞ പ്രിയപ്പെട്ട ഉമ്മ തന്റെ ഭടന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്, അതാ മിസ്അബ് കടന്നു വന്നിരിക്കുകയാണ്. ആ മിസ്അബിനെ നിങ്ങളൊന്ന് ആക്രമിക്കോ, എന്നിട്ട് ഒരുപാട് ശിക്ഷകൾ കൊടുത്തിട്ട് അവനോട് ഇനി മുഹമ്മദിനെ കാണരുതെന്ന് പറയണേ, മുഹമ്മദിന്റെ മതത്തിൽ വിശ്വസിക്കരുതെന്ന് പറയണേ എന്നവിടുന്ന് മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ അവിടുന്ന് പറയുമ്പോ പടച്ചറബ്ബേ, അതാ അവിടുന്ന് മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ വിട്ട ഭടന്മാര്, ഉമ്മയുടെ ആളുകള് എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് മിസ്അബ് തങ്ങൾ അവിടുന്ന് ആക്രമിക്കുകയാണല്ലോ. എന്നിട്ട് അവിടുന്ന് പറയുകയാ, എന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, റസൂലുള്ളാഹിന്റെ മുമ്പിൽ നീ പോകരുത് മിസ്അബേ, മുഹമ്മദിന്റെ അടുത്തേക്ക് നീ പോകരുത് എന്നവിടുന്ന് മിസ്അബിന്റെ ഉമ്മയുടെ ഭടന്മാർ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്.
ആ സമയത്ത് മിസ്അബ് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ആ മിസ്അബ് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഒരിക്കലും ഞാൻ ആ മുഹമ്മദിന്റെ ഭാഗത്ത് നിന്ന് പോരൂലല്ലോ, മുഹമ്മദ് നബിയിൽ നിന്ന് ഞാൻ വിട്ടുപോരില്ലെന്നോ മിസ്അബ് റളിയല്ലാഹു തആല അവിടെ നിന്ന് പറയുകയാണ്. പടച്ചറബ്ബേ, തന്റെ ഉമ്മ കടന്നു വരികയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്ന മിസ്അബ്, ഈ അറേബ്യൻ സമൂഹത്തില് അല്ലാഹുവേ ഭൂരിഭാഗവും എന്റെ സ്വത്താണ് മിസ്അബ്, എന്റെ അധീനതയിലാണ്, എന്റെ അധികാരത്തിലാ. നിനക്ക് സമ്പത്ത് തരാ മിസ്അബ്, നിനക്ക് എന്ത് നന്മകളും ഞാൻ ചെയ്തു തരാ മിസ്അബ്. ഇന്നെന്റെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് അധികാരമുണ്ട്, ഇതെല്ലാം നിനക്കുള്ളതാണ് മിസ്അബ്, ഇതെല്ലാം നിന്റെ കാൽക്കീഴിൽ ഞാൻ വെച്ചു തരാ. ആ മുഹമ്മദിനെ കാണല്ല മിസ്അബ്, പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് നീ പോകരുതേ മിസ്അബ്, ആ മുഹമ്മദിന്റെ മതത്തിലേക്ക് നീ പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് മിസ്അബ് റളിയല്ലാഹു തആല അവിടെ നിന്ന് ആക്രമിക്കുകയാണ്. അത് അവിടെ നിന്ന് പറയുകയാണ്, ഇല്ല ഉമ്മ, എനിക്കെന്റെ അള്ളയാണ് വലുത്, എനിക്കെന്റെ റസൂലുള്ളയാണ് വലുത്, അവരെ കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല ഉമ്മ എന്നവിടുന്ന് മിസ്അബ് റളിയല്ലാഹു തആല പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മിസ്അബിന്റെ ഉമ്മാക്ക് വല്ലാത്ത ദേഷ്യമായി. മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മാക്ക് അവിടുന്ന് വല്ലാത്ത ദേഷ്യം കടന്നു വരികയാ. തന്റെ ഭടന്മാരോട് വിളിച്ചിട്ട് പറയുന്നു, മിസ്അബിനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിയണേ. പോകുന്ന വേളയില് അതാ അവിടുന്ന് മിസ്അബ് തങ്ങളോട് തന്റെ പ്രിയപ്പെട്ട ഉമ്മ പറയുകയാണ്, മിസ്അബേ, നീ ഒന്ന് നിൽക്കണേ, നീ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രമുണ്ടല്ലോ, ഈ വസ്ത്രം പോലും എന്റേതാണ് മിസ്അബ്, എന്റേതാണ് മിസ്അബ്. നിങ്ങളെ അധികാരവും എനിക്ക് വേണ്ട, നിങ്ങളെ സമ്പത്ത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു മിസ്അബ് റളിയല്ലാഹു തആല വിട്ടിരിക്കുന്ന വസ്ത്രം ഓരിയിട്ട് തന്റെ ഉമ്മാന്റെ കയ്യിലേക്ക് കൊടുക്കുകയാ. പടച്ചറബ്ബേ, എന്നിട്ട് മിസ്അബ് റളിയല്ലാഹു തആല എല്ലാ സമ്പത്തും ഒഴിവാക്കി, ഉമ്മയെ ഒഴിവാക്കി, പടച്ചറബ്ബിന്റെ ദീനിലേക്ക് കടന്നു വന്ന അല്ലാഹുവിനെ സ്നേഹിച്ച സ്വഹാബിയായി മാറിയെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മിസ്അബ് തങ്ങളുടെ ശരീരത്തിലുള്ള വസ്ത്രം എന്താണെന്നറിയോ? അവിടുന്ന് ഔറത്ത് മറക്കാൻ മാത്രമുള്ള ചെറിയൊരു തുണി മാത്രമായിട്ടാണ് മിസ്അബ് റളിയല്ലാഹു തആല കൊണ്ടല്ലോ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നത്. എത്ര സമ്പത്തുള്ള സ്വഹാബിയാണെന്നറിയോ, എത്രയോ അധികാരമുള്ള സ്വഹാബിയാണെന്നറിയോ. എന്നിട്ടും ഇതെല്ലാം ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, ഇത് റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാണ്, ഇത് റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാണ് ഉമ്മ. എന്റെ പ്രിയമുള്ളവരെ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹിന്റെ മുമ്പില് അവിടുന്ന് സങ്കടത്തോടെ വന്നിരിക്കുന്ന മിസ്അബ് റളിയല്ലാഹു തആല അവിടുന്ന് ചോദിക്കുകയാണ്, നബിയെ, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത് നബിയെ എന്നവിടുന്ന് മിസ്അബ് റളിയല്ലാഹു തആല ചോദിക്കുമ്പോ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം എന്തെന്നറിയോ? മിസ്അബേ, നിന്റെ പഴയ കാലം ഞാനങ്ങ് ഓർത്തുപോയി മിസ്അബേ, നിന്റെ പഴയ കാലാവസ്ഥ ഞാനങ്ങ് ഓർത്തുപോയി മിസ്അബ്. അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ എനിക്ക് സങ്കടം കടന്നു വരികയാണ് മിസ്അബ്. ഇന്ന് നിനക്ക് അധികാരമില്ല മിസ്അബ്, സമ്പത്തില്ല മിസ്അബ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ മിസ്അബ്. ഇത് പറയുമ്പോ റസൂലുള്ളാഹിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതാ മിസ്അബ് റളിയല്ലാഹു തആല പറഞ്ഞ കാര്യം എന്തെന്നറിയോ? നബിയെ, അങ്ങനെ പറയല്ല നബിയെ,
അങ്ങനെ പറയല്ല നബിയേ, അങ്ങനെ പറയല്ല നബിയേ. എനിക്ക് സമ്പത്ത് നഷ്ടപ്പെട്ടാൽ എന്താ നബിയേ, അധികാരങ്ങൾ നഷ്ടപ്പെട്ടാൽ എന്താ നബിയേ, എനിക്ക് അങ്ങയുടെ ഒക്കെ ചാരത്ത് വന്നിരിക്കാൻ എനിക്ക് അനുവാദം കിട്ടിയല്ല നബിയേ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ കടന്നു വരാൻ, ആ റസൂലുള്ളാഹിനെ ഒന്ന് കൺകുളിർക്കെ കാണാൻ, പടച്ച തമ്പുരാനെ അറിയാൻ എനിക്ക് അധികാരങ്ങളില്ലെങ്കിലും അതിനെനിക്ക് കഴിഞ്ഞല്ല നബിയേ, അതിനെനിക്ക് കഴിഞ്ഞല്ല നബിയേ എന്നവിടെ നിന്റെ പ്രിയമുള്ളവരെ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഇതാണ് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്, റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് എന്ന് പറയുന്നത്. അല്ലാഹുവേ, റസൂലുള്ളാഹിനോടുള്ള സ്നേഹം ഞങ്ങളിൽ നിറച്ചു തരണേ അല്ലാ, ഞങ്ങൾ നീ നിറച്ചു തരണേ അല്ലാ. പടച്ച റബ്ബേ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, അവസാനം അവിടുന്ന് ലോകത്തോട് വിട പറയുമ്പോ എന്റെ ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അവിടുന്ന് കഫം കുട പോലും തികഞ്ഞിട്ടില്ലായിരുന്നു. അവസാനം പുല്ല് വെച്ച് കെട്ടിയിട്ടാണ് മിസ്അബ് തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയത്. പടച്ച റബ്ബേ, ആ മരുഭൂമിയിൽ കിടക്കുന്ന പുല്ല് വെച്ച് കെട്ടിയിട്ടാണ് തികയാത്ത ഭാഗത്തേക്ക് അല്ലാഹുവേ പടച്ച റബ്ബേ അവിടെ നിന്ന് പടച്ച റബ്ബേ കഫം കുട തികയാഞ്ഞിട്ട് അവിടെ നിന്ന് ചെയ്തിട്ടുള്ളത് പുല്ല് വെച്ച് കെട്ടിയിട്ടാണ് മിസ്അബ് തങ്ങളെ മറവ് ചെയ്തിട്ടുള്ളത്. എന്തേ കാരണമുമ്മ? ദീനിലേക്ക് കടന്നു വന്നപ്പോ സമ്പത്തില്ല, പക്ഷേ മിസ്അബ് തങ്ങളെ മനസ്സിനകത്ത് സമ്പത്തുണ്ടായിരുന്നു, അത് റസൂലുള്ളാഹിയായിരുന്നു. മിസ്അബ് തങ്ങളെ മനസ്സിനകത്ത് അധികാരമുണ്ട്, അത് റസൂലുള്ളാഹിയാ. ആ റസൂലുള്ളാഹിന്റെ മുമ്പിലുള്ള സ്നേഹം, ആ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത്, അത് വല്ലാതെ തന്റെ ഹൃദയത്തിനകത്ത് പടച്ച റബ്ബേ നീരുറവ പൊട്ടിയപ്പോ ഹൃദയത്തിനകത്ത് അചഞ്ചലമായ സ്നേഹം കൊണ്ട് നടന്ന സ്വഹാബത്താ ഉമ്മ, പടച്ച റബ്ബേ നീ ഞങ്ങൾക്ക് നന്മ നൽകണേ റബ്ബേ, റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത സ്നേഹമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. എന്റെ റസൂലിനെ കുറിച്ച് പഠിക്കണം, മുഹമ്മദ് നബിയെ കുറിച്ച് പഠിക്കണം, പരിശുദ്ധമായ ദീനിനെ കുറിച്ച് പഠിക്കണം, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണം. ഹൃദയത്തിനകത്ത് വല്ലാത്തൊരു ചിന്ത വന്നു മിസ്അബ് തങ്ങൾക്ക്. മനസ്സിലായോ? ഹൃദയത്തിനകത്ത് വല്ലാത്തൊരു ചിന്ത വന്നു, വല്ലാത്ത നന്മ വന്നു. മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിനകത്ത് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു തആല നന്മ കൊടുത്തു, ഈമാൻ കൊടുത്തു. ഇന്ന് നമ്മളൊക്കെ പറയും റസൂലുള്ളാഹിനെ കുറിച്ചിട്ട്, അല്ലേ? നമ്മളൊക്കെ ചിന്തിക്കും റസൂലുള്ളാഹിനെ കുറിച്ചിട്ട്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹിനെ കുറിച്ച് നന്മകൾ കാണൂല. നമ്മുടെ എല്ലാവരുടെ അവസ്ഥ ഇതാണ്. അല്ലാഹു തആല ബോധം തരട്ടെ, അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ നല്ലോണം ദുആ ചെയ്യണം. നമ്മൾ മനസ്സിലാക്കാൻ, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവിടുന്ന് നല്ലോണം നമ്മൾ ദുആ ചെയ്യണം. റസൂലുള്ളാഹിനെ കാണണം, പഠിച്ചവൻ എന്റെ കണ്ണുകൊണ്ട് എന്റെ ഹബീബായ നബിയെ കാണണം. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും ആഗ്രഹം അല്ലാഹു തആല വീട്ടിൽ കൊടുക്കട്ടെ.